മാറാനായ പെരുന്നാൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ വന്നാൽ നൊയമ്പ് ഉണ്ടോ? ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ റിഞ്ചു അച്ഛൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പലരും ചോദിക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ സംശയമായി എനിക്കും വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് പറ്റുന്നത്. ഇവിടെയും അങ്ങനെ ഒരു വീഡിയോ ആണ്. ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്കറിയാം, നമ്മുടെ വിശ്വാസം അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് നൊയമ്പിൻ്റെ ദിവസം അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ കഴിക്കാത്ത ദിവസവുമാണ്. അപ്പോൾ ആളുകളുടെ സംശയം ഇതാണ്, ഇങ്ങനെയുള്ള ഒരു ദിവസമാണ് മാറാനായ പെരുന്നാൾ വന്നത്, അങ്ങനെയാണെങ്കിൽ ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ, നൊയമ്പ് നോക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് സംശയം വരുന്നത്. വളരെ കൃത്യമായ മറുപടി സഭ അതിന് നൽകുന്നുണ്ട്. വളരെ കൃത്യമായ മറുപടി സഭ അതിന് നൽകുന്നുണ്ട്. വേറൊന്നുമല്ല, നമുക്കറിയാവുന്ന പോലെ വിശുദ്ധ കുർബാന അനുഭവത്തോടു കൂടി നമ്മുടെ നൊയമ്പ് തീരുകയാണ്. നൊയമ്പ് വീടുന്ന ദിവസമാണത്. അതോടുകൂടി പിന്നീട് ആ ദിവസം ഉപവാസമില്ല, നൊയമ്പില്ല എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. പലപ്പോഴും ഈ ബോധ്യം നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ പയറ്റിക് ചിന്താഗതികൾ വരും. ബുധനും വെള്ളി ഉപവാസമാണ്, അതുകൊണ്ട് അങ്ങനെയാണ്. അങ്ങനെയല്ല. ഏത് കാരണവശാലും വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ പിന്നീട് ആ ദിവസം ഉപവാസം ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു തീർത്ഥാടന പള്ളിയിലൊക്കെ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പം, അതും തിരുമേനിമാരാണ് പ്രധാന ദിവസം, ഈ ഉപവാസമുള്ള ദിവസം തിരുമേനിമാരാണ് കുർബാന അർപ്പിക്കുന്നത്. അപ്പോൾ അത് ചെയ്യരുത്. പകരം അത് ഉപവാസത്തിൻ്റെ ദിവസമാണ് എന്ന് സഭയെ പഠിപ്പിക്കാനുള്ള ദിവസമാണ്. അപ്പം ഉദാഹരണം, ആ തീർത്ഥാടന പള്ളിയിൽ വെള്ളിയാഴ്ച കുർബാന ഇല്ല. എന്തുകൊണ്ടാണ് അവിടെ കുർബാന ഇല്ലാത്തത്? ബുധനാഴ്ച കുർബാന ഇല്ല. എന്തുകൊണ്ടാണ് അവിടെ കുർബാന ഇല്ലാത്തത്? അതുകൊണ്ടാണ് അവിടെ നൊയമ്പാണ്, ഉപവാസമാണ്, ആ ദിവസം കുർബാന ചൊല്ലില്ല. ഇത് പഠിപ്പിക്കാൻ പറ്റുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അത് കുർബാന ഇല്ലാതിരുന്നാൽ, ബുധനാഴ്ച ദിവസം കുർബാന ഇല്ലാതിരുന്നാൽ. ഇപ്പം നേരെ മറിച്ച് നമ്മൾ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ദിവസം മേൽപ്പട്ടക്കാരൻ എന്ന് കുർബാന ചൊല്ലി കുർബാന കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്ന അന്ന് കുർബാന ഇല്ല, എന്താ കുഴപ്പം? വിദേശ രാജ്യത്തിൻ്റെ പശ്ചാത്തലം വേറെയാണ്. അവിടെ ആകപ്പാടെ വെള്ളിയാഴ്ച ദിവസം ആയിരുന്നു അവധി. ഇപ്പോൾ അത് മാറിയെന്ന് പറയപ്പെടുന്നു. എന്തായിരുന്നാലും അവിടുത്തെ സാഹചര്യം പോലെ അല്ല നമ്മുടെ സാഹചര്യം. ആ സാഹചര്യമെങ്കിലും കണക്കിലെടുത്തിരുന്നതിൽ കുഴപ്പമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഈ മാറാനായ പെരുന്നാൾ വരുന്ന ദിവസം പിന്നീട് ഉപവാസം ഉണ്ടോ? ഇല്ല. നൊയമ്പുണ്ടോ? ഇല്ല. അന്ന് നൊയമ്പ് വീടുന്ന ദിവസമാണ്, അതുകൊണ്ട് അന്നേ ദിവസം നൊയമ്പില്ല. 2, കർത്താവിശംരാൻ്റെ തിരിച്ചുരക്തങ്ങൾ അനുഭവിച്ചാൽ പിന്നീട് ഉപവാസമില്ല. മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കേണ്ട എന്ന് പറയുന്നതിന് തുല്യമായി അന്നേ ദിവസം പിന്നീട് ഉപവാസമില്ല. അത് ബുധനാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും. ഇനി നേരെ തിരിച്ച് മാറാനായ പെരുന്നാളാണ് മാർച്ച് മാസം 25-ാം തീയതി. മിക്കപ്പോഴും അത് നൊയമ്പിലാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നൊയമ്പ് ഉണ്ട്, എന്നാൽ ഉപവാസം ഇല്ല. നൊയമ്പുണ്ട്, പക്ഷേ ഉപവാസമില്ല. ഈ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത നൊയമ്പ് വീഡിയോ കൂടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രത്യേകത. ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലും ആരെങ്കിലും കുറ്റം പറഞ്ഞതോ തെറി പറയുന്നതോ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യപ്പെടും, പെട്ടെന്ന് കമൻറ്റ് ചെയ്യപ്പെടും, പെട്ടെന്ന് വ്യാപിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും നമുക്കാർക്കും നേരമില്ല, കാലമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതൊന്ന് പഠിക്കാനിടയാകട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.